എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള റെഗുലർ വിഭാഗം ഡിപ്ലോമ അഡ്മിഷൻ 2025-26 വർഷത്തേക്കുള്ള പോളിടെക്നിക് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ രജിസ്ട്രേഷൻ, അതായത് ഏതൊരു രജിസ്ട്രേഷൻ പോളിടെക്നിക്കിൽ ചെയ്യുകയാണെങ്കിലും വിദ്യാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇങ്ങനെയുള്ള വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമാണ് ഇന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് poly.admission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് വി ആർ അപ്ഡേറ്റിംഗ് ദ സൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള ഡേറ്റ് ചിലപ്പോൾ നീട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നിലവിൽ ആ ഒരു റെഗുലർ ഡിപ്ലോമയുടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എന്തോ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നാണ് നൽകിയിട്ടുള്ളത്. അതായത് വെബ്സൈറ്റിൽ എന്തോ ഒരു അപ്ഡേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചില സമയങ്ങളിൽ ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള അപേക്ഷ നീട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് എന്തോ കാരണം കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾക്ക് ഇന്നും ഇതേപോലെ തന്നെയാണ്, അതായത് ഈ ഒരു വെബ്സൈറ്റ് അതായത് വെബ്സൈറ്റ് മെയിൻ്റനൻസിൻ്റെ ആ ഒരു സിമ്പിളാണ്, അതായത് ആ ഒരു ഐക്കണാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നാളെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയൊക്കെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഡിപ്ലോമ വെബ്സൈറ്റിലേക്കുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പേജിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. നിലവിൽ ഇന്നാണ് ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെയോ അപ്ഡേറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ നാളെയും അല്ലെങ്കിൽ മറ്റന്നാളും ഒക്കെ ആയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഒരു ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത മറ്റൊരു കോഴ്സ് ഉണ്ട്, അതായത് കമ്പ്യൂട്ടർ ഡിപ്ലോമ. അതായത് ഈ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ, അതായത് ഈ ഒരു ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറി പ്രാക്ടീസ് പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനും ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/6/2025 ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫേം ചെയ്യാൻ, ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത ശേഷം ഫൈനലായിട്ട് കൺഫേം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ഈ ഒരു 30/6/2025 അതായത് ഈ ഒരു ജൂൺ 30-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 3/7/2025 അതായത് ജൂലൈ 7-ാം തീയതിയാണ്. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കറക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ജൂലൈ 6-ാം തീയതി വരെയാണ് അവസരം. അതായത് ഈ ഒരു സെക്രട്ടറി പ്രാക്ടീസിൻ്റെ ആ ഒരു വിഭാഗത്തിൻ്റെതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടറി പ്രാക്ടീസിൻ്റേത് ഇതുപോലെ, അതായത് മലയാളത്തിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ കോഴ്സിൻ്റേത് ഇംഗ്ലീഷിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, എന്നാൽ ഇതിൻ്റേത് ഈ ഒരു മലയാളത്തിൽ കൊടുത്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് കൃത്യമായിട്ട് നോക്കുക. അതായത് ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ SBTE കേരള അംഗീകരിച്ച ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറി പ്രാക്ടീസ് 2025-26 കോഴ്സിലേക്കുള്ള അപേക്ഷയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സംബന്ധിച്ചുള്ള കൗൺസിലിംഗ്, അതുപോലെ തന്നെ അഡ്മിഷൻ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജോലി കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കോഴ്സ് നടത്തി വരുന്നതിൽ, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, അതുപോലെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് എന്നിവയിൽ ഹയർ ഗ്രേഡും മലയാളം ഷോർട്ട് ഹാൻഡ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് എന്നിവയിൽ ലോവർ ഗ്രേഡും, DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവ കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഡാറ്റ എൻട്രി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് കറസ്പോണ്ടൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് പരിഷ്കരിച്ച സിലബസാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലയിലെ വിവിധങ്ങളായ തൊഴിൽ അവസരങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകുന്നത്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ സെക്രട്ടറി, സ്റ്റെനോഗ്രാഫർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ഇൻ GCI, ഇൻസ്ട്രക്ടർ ഇൻ GCI, സൂപ്രണ്ട് ഇൻ GCI എന്നീ തസ്തികകൾ ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ ചുരുക്കം ചിലത് മാത്രമാണ്. ഈ ഒരു സ്ഥാപനങ്ങളുടെ ഭരണപരമായ അധികാരം ജില്ലാ പഞ്ചായത്തുകളിൽ നിക്ഷിപ്തമാണ്. കരിക്കുലം, പരീക്ഷ, മറ്റ് അക്കാദമിക് കാര്യങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. പ്രോഗ്രാം കാലാവധി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ GCI 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറി പ്രാക്ടീസ് കോഴ്സാണ് നടത്തിവരുന്നത്.
അതുപോലെ ഇതിന് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ് പൊതുവിഭാഗത്തിന്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 50 രൂപയുമാണ്. അത് 50 രൂപയാണ് ഫീസ്. സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും അപൂർണമായ അപേക്ഷകളും മുന്നറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി പ്രവേശനത്തിന് ശ്രമിക്കുന്നത് കുറ്റകരവും പ്രവേശനം റദ്ദാക്കുന്നതിന് കാരണം ആവുന്നതുമാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എത്ര വീതം റിസർവേഷൻസ് ഉണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഈ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകളാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് തിരഞ്ഞെടുക്കുന്നത്, അതായത് ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഓരോ റിസർവേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി ഡോക്യുമെൻറ്റിന് പകരമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ പ്രവേശന ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിങ്ങനെയുള്ള വിവിധ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർഷിക ട്യൂഷൻ ഫീസ് 850 രൂപ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് കരുതൽ നിക്ഷേപം ഒഴികെ ഒരിക്കൽ അടച്ച ഫീസ് പിന്നീട് തിരികെ നൽകുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്രട്ടറിയൽ പ്രാക്ടീസ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡറി, അതായത് ഈ ഒരു കോഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിൻ്റെ അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോളിടെക്നിക്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ അപേക്ഷ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിന് യാതൊരുവിധ പ്രോബ്ലവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ, കാരണം ഈ ഒരു ഡിപ്ലോമയ്ക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്നതാണ്, എനിക്ക് അതിന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതായത് ഒരു GCI, അതായത് ഒരു ഗവൺമെൻറ് സെക്രട്ടറി, അതായത് ആ ഒരു കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.